എല്ലാ ഏഞ്ചൽസിനും നമ്മുടെ ചാനലിലോട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മമാരായിട്ടുള്ളവർക്കും അമ്മയാകാൻ പോകുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ആദ്യം തന്നെ കുളിക്കുന്നതിന് മുമ്പ് ഉരുക്ക് വെളിച്ചെണ്ണ തേക്കും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സെബാമെഡിൻ്റെ സോപ്പ്, ഇതാണ് ഞാൻ കുഞ്ഞ് ജനിച്ചിടം മുതൽ തന്നെ ഉപയോഗിക്കുന്ന സോപ്പ്. ഇത് പല റേറ്റിൽ അവൈലബിൾ ആണ്, 300 രൂപയ്ക്കും 500 രൂപയ്ക്കും ഒക്കെ. അപ്പോൾ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ അക്വാസോഫ്റ്റിൻ്റെ കുളിച്ച് വന്നതിന് ശേഷം അക്വാസോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസർ, ഇതാണ് ദേഹത്ത് പുരട്ടുന്നത്. പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല കുഞ്ഞിന്. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സെബാമെഡിൻ്റെ ഈ മോയ്സ്ചറൈസറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു വെള്ള പാട് പോലെ കണ്ടു. അതുകൊണ്ട് ഞാൻ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ പീഡിയാട്രീഷ്യനാണ് പറഞ്ഞത് കുഞ്ഞിന് ഈ അക്വാസോഫ്റ്റിൻ്റെ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ. കൂടാതെ കുഞ്ഞിന് തലയിൽ ഉപയോഗിക്കുന്ന ഷാമ്പൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡ് സ്പൂ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതൊന്നും ബ്രാൻഡ് പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. ഞാൻ എൻ്റെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ ഇത് ബേബി ഹഗ്ഗിൻ്റെ ബാത്തിങ് സോപ്പാണ് കുഞ്ഞുങ്ങളുടെ. പക്ഷേ ഞാനിത് കുഞ്ഞിനെ തുണി കഴുകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. കുഞ്ഞിൻ്റെ ദേഹത്ത് ആ പാട് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സോപ്പാണ് കുഞ്ഞിൻ്റെ തുണിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. 3 എണ്ണം മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. സെബാമെഡിൻ്റെ മോയ്സ്ചറൈസർ കുഞ്ഞിന് ആ സ്കിന്നിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് നമ്മൾ മാറ്റി അക്വാസോഫ്റ്റിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞിന് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത്. പല അലർജീസും അതേ കണക്ക് സ്കിൻ പ്രോബ്ലംസും പൗഡറിൻ്റെ യൂസ് കാരണം വരാം. അതേ കണക്ക് കൺമഷി, നമ്മൾ കൺമഷി വീട്ടിലുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കുഞ്ഞിന് കണ്ണിൽ എഴുതാറില്ല, പിരികത്ത് മാത്രമേ എഴുതാറുള്ളൂ. നമ്മൾ അമ്മമാരൊക്കെ ചെയ്യുന്നതാണല്ലോ, കുഞ്ഞിന് പിരികവും കണ്ണൊക്കെ എഴുതിയിട്ട് പൗഡർ ഇട്ട് കൊടുക്കുക, അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല. പുരികത്ത് കരി എഴുതിയാൽ പോലും പൗഡർ ഇട്ട് കൊടുക്കാറില്ല. അത് കുറച്ച് പടരും കരി, എന്നാലും ഞാനങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കാറില്ല. അപ്പം ഈ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്യുന്നതും എനിക്ക് എൻ്റെ കുഞ്ഞിനിപ്പം 8 മാസം കഴിഞ്ഞു. അപ്പം എൻ്റെ ഈ 8 മാസം കൊണ്ടുള്ള അറിവ് കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ എന്ന് കരുതി ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഇതൊരു ബ്രാൻഡ് പ്രൊമോഷനോ അങ്ങനെയുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു.